ഹായ്. ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് അബുദാബി നടന്ന ഒരു സംഭവത്തെ കുറിച്ച്. നമുക്കറിയാലോ, ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഓസ്ട്രേലിയ ആയാലും UK ആയാലും അതുപോലെ തന്നെ അബുദാബി ആയാലും ദുബായ് ആയാലും നമുക്ക് ഒരു മെഡിക്കൽ കെയർ ആവശ്യമാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അതുപോലെ തന്നെ ഡെന്റിസ്റ്റിനെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ആവശ്യമാണ്. അതേസമയം നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ അബുദാബിയിൽ ഒരു ജോലിക്ക് വന്നൊരു ചേട്ടൻ, പാവം, പുള്ളിക്കാരന് പല്ലുവേദന, ഭയങ്കര കടിച്ചമായ പല്ലുവേദന. അപ്പോൾ പുള്ളിക്കാരന് ഒരു ഡെന്റിസ്റ്റിനെ പോയി കണ്ടു, പല്ല് എങ്ങനെയെങ്കിലും പറിച്ചു കളയണം. അപ്പോൾ പല്ല് പറിക്കുന്നതിന് ആ സമയത്തൊരു 70 ദിർഹത്തോളം ആകും, പല്ലിന് കൺസൾട്ടേഷൻ പ്ലസ് പല്ല് പറിക്കുന്നതിൻ്റെ ഒരു പൈസയായിട്ട്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു 70 ദിർഹമൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അത്രയും പൈസ പുള്ളിക്കാരൻ്റെ കയ്യിലില്ല കേട്ടോ. ആ പുള്ളിക്കാരൻ്റെ ഇങ്ങനെ വിഷമങ്ങളൊക്കെ കണ്ടിട്ട് പാവം ഡെന്റിസ്റ്റിന് സങ്കടം തോന്നി. അപ്പോൾ ഡെന്റിസ്റ്റ് പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ഈ 50 ദിർഹത്തോളം ഇഞ്ചക്ഷൻ ആവുക. ഓക്കെ, അപ്പം 20 ദിർഹം മതി കൺസൾട്ടേഷനായിട്ട്. ഒരു കാര്യം ചെയ്താൽ മതി, ഇഞ്ചക്ഷൻ്റെ വേണ്ട, ഞാൻ കൺസൾട്ടേഷൻ്റെ ആയിട്ട് 20 ദിർഹം തന്നാൽ മതി, ഞാൻ പല്ല് പറിച്ച് തരാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് വരുന്നില്ല, നാളെ പൈസ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിച്ചുപോയി. അപ്പം പിറ്റത്തെ ദിവസം പുള്ളിക്കാരൻ പല്ല് പറിക്കാൻ വേണ്ടി വന്നു. അപ്പം നമ്മുടെ ഡെന്റിസ്റ്റ് പാവം കയറ്റിയെടുത്ത് വളരെ കരുണയോടെ തന്നെ പല്ലൊക്കെ പറിച്ചു. പല്ല് പറിക്കാൻ വേണ്ടി ഭയങ്കര ഹാർഡാട്ടോ, പല്ലൊക്കെ പറിക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിയൊക്കെ പറിക്കണ്ടേ. അങ്ങനെയൊക്കെ ഇളക്കിയൊക്കെ പറിക്കുമ്പോഴും പുള്ളിക്കാൻ ഒരു കൂസലും ഇല്ല, വേദനയേ ഇല്ല, അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര അത്ഭുതം തോന്നി. പല്ല് പറിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈവൻ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് തന്നെയാണെങ്കിൽ ആൾക്കാരൊക്കെ ശരിക്കും വേദന എടുക്കുമ്പോൾ ഇച്ചിരി അവരൊക്കെ ആണെങ്കിൽ കരയും ചില ആളുകൾ. ഈ പുള്ളിക്കാരന് ഒരു വേദനയില്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഇതൊരു അത്ഭുതമായി, അതെന്ത് പറ്റി വേദനയില്ലല്ലോ എന്ന് ചിരിച്ചു, നല്ല സ്മൈലായിട്ടിരുന്നു. ലാസ്റ്റ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയി പുള്ളിക്കാരൻ. അങ്ങനെ ഈ ഡെന്റിസ്റ്റ് പോയിട്ട് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഡെന്റിസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ വയ്ക്കുന്നത് അവർ പിന്നീട് കാണുമല്ലോ. അപ്പം അങ്ങനെ വേറൊരു ഡെന്റിസ്റ്റ്, അടുത്ത് തന്നെയുള്ള ഒരു ഡെന്റിസ്റ്റ്, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ കണ്ടപ്പോൾ പുള്ളിക്കാരനോട് ഇങ്ങനെ ഈ സംഭവം പങ്കുവെച്ചു കേട്ടോ, ഇങ്ങനെ പുള്ളിക്കാരന് വേദന ഇല്ലായിരുന്നു എന്നൊക്കെ. അന്നേരം ആ പുള്ളിക്കാരൻ എന്നാ പറഞ്ഞെന്നറിയാമോ? ആ പുള്ളിക്കാരൻ്റെ പേര് സലീം എന്നാണെന്ന് ചോദിച്ചു. ഓക്കെ, പുള്ളിക്കാരൻ പറഞ്ഞു, അതെ സലീം ആണല്ലോ, എന്താ അറിയുമോ? അപ്പോൾ ഡെന്റിസ്റ്റ് പറഞ്ഞു എന്താണെന്നറിയാമോ? എടോ, രാവിലെ ഞങ്ങളുടെ ക്ലിനിക്കിൽ സെയിം തന്നെ സലീം എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്നിരുന്നു. പല്ല് പറിക്കാനാന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ വെച്ചു. ഞാൻ മയക്കാനുള്ള, നമ്മുടെ പല്ല് മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ വെച്ചു. പുള്ളിക്കാരൻ ഒരു 10 മിനിറ്റ് ഔട്ട്സൈഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പല്ല് നമുക്ക് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മരച്ചു കഴിഞ്ഞിട്ടാണല്ലോ പല്ല് പറിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും പുള്ളിക്കാരനെ കാണുന്നില്ല. ഇവർ കുറച്ചു നേരം അന്വേഷിച്ചു, പുള്ളിക്കാരനെ കണ്ടില്ല. എന്തായാലും പുള്ളിക്കാരൻ പല്ല് പറിച്ചു. ഈ കഥയിലെ ഒരു കഥാപാത്രം മലയാളിയാണോ അതോ ബംഗാളിയാണോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? നമ്മൾക്ക് നടന്ന സംഭവമാണെങ്കിലും സംഭവം